ഇലക്ഷൻ ട്രാവലർ പാലക്കാട് മണ്ഡലത്തിലാണ്. പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ ഏറെ പ്രത്യേകത അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ താരമായി മാറിയ NMR റസാഖിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ശക്തമായ മത്സരം നടക്കുന്നു. പിഷാരടിയുടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ട് ശക്തമായി മുന്നേറുന്നു. അതേസമയം അപ്പുറത്ത് ഒരു പവർ ഹൗസ് എന്ന മട്ടിൽ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നു. അവിടെയാണ് ഒരു ജനകീയനായി ആ ജനകീയ പ്രതിച്ഛായയോടെ ഇവിടുത്തെ ഒരു വ്യവസായ പ്രമുഖൻ കൂടിയായ NMR റസാഖ് മത്സരിക്കുന്നത്. NMR റസാഖ് ഇവിടെയുണ്ട്, നമുക്ക് അദ്ദേഹത്തെ കാണാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഞങ്ങളിങ്ങനെ ആകെ അന്തം വിട്ടു. കാരണം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്ന സമയത്ത് ഞാൻ വന്നപ്പോൾ ആ മാത്രമല്ല നമ്മുടെ ക്രൂ എല്ലാം NMR ഹോട്ടലിൽ വന്നിട്ടാണ് ബിരിയാണി കഴിച്ചിട്ട് പോയത്. ഉച്ചയ്ക്ക് ആ കൊട്ടിക്കലാശത്തിന്റെ ദിവസം അടക്കം ഉച്ചയ്ക്ക് NMR ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ NMR റസാഖ് സ്ഥാനാർത്ഥിയാവുന്നു എന്നുള്ള പ്രഖ്യാപനം വരുന്നത്. അപ്പൊ ആദ്യഘട്ടത്തിൽ പല സംശയം ഉണ്ടായിരുന്ന പോലെ നമുക്കടക്കം സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അതിന്റെ പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നല്ല തഴക്കം ചെന്ന രാഷ്ട്രീയക്കാരനെ പോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പിന്നെ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എല്ലാ ചോദ്യത്തിനും ഉത്തരവുള്ള ഒരു സ്ഥാനാർത്ഥി എന്നാണ്. അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി പരുവപ്പെട്ടത്? രാഷ്ട്രീയക്കാരെന്നുള്ള പരുവപ്പെടലല്ല, പൊതുവേ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നും നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ പ്രാദേശികപരമായ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും അതിന് എന്നതൊന്നുമില്ല, അത് അങ്ങനെ വേണമല്ലോ. നമ്മളൊരു സാമൂഹ്യ ജീവിയല്ലേ. നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യം വായന ഉണ്ട്, അത് നമുക്കത് ലോകത്തെന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അറിയണം. ഈ ബിസിനസ്സിനിടയ്ക്കും ഇതിനൊക്കെ സമയം കണ്ടെത്തിയിരുന്നല്ലേ? ഉണ്ട്, അതുണ്ട്. അതിപ്പോ കുറച്ചുകൂടി എളുപ്പമായി, കാരണം കയ്യില് മൊബൈൽ വന്നതോടുകൂടി ആ വായനയും കൂടി ആയല്ലോ. ഡിജിറ്റൽ വായനയായി, ഓൺലൈനായി. അപ്പൊ പാലക്കാടിന്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന മട്ടിലാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ അവതരിപ്പിക്കുന്നത്. കാരണം മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ ഇപ്പം ഒരാൾ ഇവിടെ ജനിച്ചയാളാണ്, വളർന്നിട്ടില്ലായിരുന്നേ എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരാള് പുറത്തുനിന്ന് വന്നയാളാണ്, പക്ഷെ ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അവരുടെ ഒരു പരിചയ സമ്പന്നതയെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാണാനും പറ്റില്ല അങ്ങനെ നോക്കിയാലല്ലേ. ഇല്ല, നമ്മൾ ആരുടെയും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കഴിവും വ്യക്തിത്വവും പരിചയസമ്പന്നതയൊക്കെ ഉണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുറമേ വന്ന് മത്സരിക്കുന്നത് തെറ്റൊന്നുമല്ല. എല്ലാ ഭാഗത്തും എല്ലാ കാലത്തും അങ്ങനെയൊക്കെ സംഭവിക്കും, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു താല്പര്യം, സ്വന്തം നാട്ടിൽ തന്നെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവില്ല. സ്വന്തം നാടിനോടുള്ള അവിടുത്തെ സ്പന്ദനം അറിയാമല്ലോ, എല്ലാ സ്പന്ദനങ്ങളും അറിയാം, അവിടുത്തെ കാഴ്ചപ്പാട്. അപ്പൊ അതിനൊരു മുൻതൂക്കം ഉണ്ടാവും. ആ ഒരു മുൻതൂക്കം തന്നെയാണ്. സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ കച്ചവടത്തിലുള്ള ശ്രദ്ധ തെറ്റിയില്ലേ? ഇല്ല, കച്ചവടം ഞാൻ തുടക്കം മുതലേ വളരെ ചെറിയ രീതിക്കുള്ള കച്ചവടം തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പ്രൊഫഷണൽ സമീപനം ഞാൻ സ്വീകരിച്ചിരുന്നു കച്ചവടത്തിൽ. കാരണം ഞാൻ ഉണ്ടെങ്കിൽ കച്ചവടം നടക്കാൻ പാടുള്ളൂ എന്നൊരു സമീപനത്തിലേക്ക് കൊണ്ടുവന്ന ദോഷമാണ്. ഇതിന്റെ വളർച്ച തടയും, എല്ലാ കച്ചവടത്തിലെ വളർച്ചകൾ തടയും. അങ്ങനെ ഒരു സംവിധാനത്തിൽ പോകരുതല്ലോ. ഞാൻ വളരെ തുടങ്ങുന്ന കാലം മുതലേ ആ ഒരു പ്രൊഫഷണൽ സമീപനം വെച്ചാൽ എപ്പോഴും നമുക്കറിയാം, അന്ന് വാറ്റാണ് ടാക്സ് ഫുഡിന് 0.5%. അപ്പം മുതൽ ഞാൻ അടയ്ക്കുമായിരുന്നു. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ അടയ്ക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന സമയം അങ്ങനെ. പക്ഷെ അങ്ങനെയില്ല, ഞാനത് വളണ്ടറി ആയിട്ട് ഞാൻ തന്നെ ചെയ്തു. അതാകുമ്പോൾ എന്റെ കച്ചവടത്തിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായകമാണ്. ഇനിയിപ്പം പൊതു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിച്ചാൽ മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് അറിയാമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഒന്നാമത് വന്നു, രണ്ടാമത് BJP വന്നു, മൂന്നാമതായി LDF. പക്ഷെ പണ്ട് LDF വിജയിച്ചിട്ടുള്ള മണ്ഡലമൊക്കെയാണ്. പക്ഷേ അടിത്തറ ഇളകി എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. കാരണം വലിയ വിജയം ഉണ്ടായപ്പോഴും ഈ മണ്ഡലത്തിൽ പരാജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ അതിന് ചില്ലറ ഊർജ്ജം പോരല്ലോ. അല്ല, അതിന് ചില അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. കാരണം BJPയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഒരു പെട്ടെന്ന് ഉണ്ടായി, ഒരു വളർച്ച ഉണ്ടായി എന്ന് പറഞ്ഞ് അതിനെ വെച്ചത് സത്യത്തിൽ ഒരു ഗ്രാജുവലി വളർച്ചയാണ്. ഈ ശ്രീധരനെ പോലെയുള്ള ആളൊക്കെ വന്ന ഘട്ടത്തിലൊക്കെ അതിന് മുമ്പ് ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ. അപ്പം അങ്ങനെ ഒരു BJP ശ്രദ്ധ കൊടുക്കുന്ന ഒരു മണ്ഡലമായ ഒരു ഘട്ടം വന്നപ്പോൾ ഇവിടെ ഒരു ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഒരു ഭയമുണ്ട് BJPയോടുള്ള. ആ ഭയത്തിന് ശരിക്കും നല്ല രീതിയിൽ UDF അത് നന്നായിട്ട് മുതലാക്കി ഈ ന്യൂനപക്ഷത്തിലെ ഭയത്തിന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല ഘട്ടങ്ങളിലും ഒരു നറേറ്റീവ് ഉണ്ടായി. കഴിഞ്ഞ 15 കൊല്ലമായി 4 തെരഞ്ഞെടുപ്പാണ് MLA ഉണ്ടായത്. ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു. 4 തെരഞ്ഞെടുപ്പിന് അത് ഫലപ്രദമായി അവർ ഉപയോഗിച്ചു. പക്ഷെ ഇപ്രാവശ്യം അത് തിരിച്ചറിയപ്പെട്ടു എല്ലാവർക്കും. ആ തിരിച്ചറിയപ്പെട്ടതിന്റെ ഭാഗമായി
അവർ പ്രചരണമൊക്കെ തുടങ്ങി കഴിഞ്ഞു. സാധാരണഗതിയിൽ അവസാന ഘട്ടമാണ് ഈ നറേറ്റീവ് അവർ പുറത്തിറക്കുന്നത്. ഇപ്പൊ തുടക്കം മുതലേ, കാരണം ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആൾ അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയാണ് LDF സ്ഥാനാർത്ഥിയായി എന്ന് പറഞ്ഞതും അത് തുടങ്ങി. അപ്പൊ തന്നെ തുടങ്ങി. മറ്റേതാകുമ്പോൾ അവസാന ഘട്ടത്തിലാണ് വരിക. അങ്ങനെയാണ് സംഭവിക്കുക. ഇപ്രാവശ്യം തുടക്കത്തില്. അപ്പൊ നമുക്കത് ശരിക്കും പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം അവര് പറയുന്ന അതേ നാണയത്തിൽ തന്നെ കൃത്യമായ മറുപടി കൊടുക്കാൻ LDF ഇന്ന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇപ്രാവശ്യം നടക്കില്ല. പിന്നെ പ്രാദേശികമായിട്ടുള്ള ഒരാള് ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ആൾക്കാർക്ക് ഒരു താല്പര്യം, ഒരു ഇഷ്ടം എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ പ്രചാരണ സമയത്തൊക്കെ കാണുന്നുണ്ട്, നമ്മുടെ സ്വന്തം ആളെന്നുള്ള. അപ്പോൾ ആ നിലയ്ക്ക് അങ്ങനെ വല്ലാതെ സാമുദായികമായി മാത്രം കാര്യങ്ങളെ കാണുന്നതല്ല പൊതുമലയാളിയുടെ രീതി. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലും ആ നിലയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. 100% രാഷ്ട്രീയം ആണല്ലോ മെയിൻ. മറ്റതൊക്കെ ഞാൻ പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ഒരു ഭയത്തിന് മുതലെടുക്കുക എന്നുള്ളതാണ്. അപ്പോഴും അവർക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു ഭയമാണ് അപ്പുറത്ത് വോട്ടായി മാറി നിൽക്കുന്നത്. ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ വന്ന ഒരു ആരോപണം ഇവിടെ BJP-യുമായി ഡീൽ, അതുകൊണ്ട് അറിയപ്പെടാത്ത ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്നത് BJP-യുമായുള്ള ഡീലല്ല, SDPയുമായുള്ള ഒരു ഡീൽ എന്നുള്ള മട്ടിലാണ് അടുത്ത ചർച്ച വരുന്നത്. ശരിക്കും ഈ രണ്ട് ആരോപണങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങളുടെ MLA വന്ന് പറയാണ്, നിലവിലുള്ള MLA എന്ന് പറയുന്നത് ഞാൻ ഇന്നത് ചെയ്തു. അത് പറയാനുള്ള അവസ്ഥയില്ലല്ലോ. നേരിട്ട് വന്ന് ജനങ്ങളുമായി സംവദിക്കാൻ പറ്റാത്ത. അപ്പൊ പിന്നെ എന്തെങ്കിലും പറയണ്ടേ, ഒരു പ്രചരണ വിഷയം വേണ്ടേ? അപ്പൊ കിട്ടിയ ചാൻസ് ഡീലെങ്കിൽ ഡീൽ അങ്ങനെ വെച്ച്. അല്ല, പൊതുവെ നമ്മൾ കരുതാറുണ്ട്, ഒന്ന് കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ വളരെ വേഗത്തിൽ വളരുന്ന ഒരു സിറ്റി. ആ സിറ്റിയോട് 1 മണിക്കൂർ വേണ്ട കോയമ്പത്തൂർ എത്താൻ, അത്ര അടുത്ത് കിടക്കുന്ന മറ്റൊരു നഗരമാണ് പാലക്കാട്. കൊച്ചിയിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള ഒരു കണക്ടിവിറ്റിയും നന്നായി വരുന്നു. അതിനിടയ്ക്ക് കിടക്കുന്ന ഒരു സ്ഥലം, അതിനുതകുന്ന ഒരു വളർച്ച പാലക്കാടിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. 100%. അത് അത്രയ്ക്ക് നമ്മളൊന്നും വളർച്ചയുടെ കാര്യത്തിൽ വളരെ പുറകില്ല. നമുക്കിതൊന്നുമല്ല വളർച്ച. ഞാൻ തന്നെ പലവരോടും ചോദിക്കാറുണ്ട്, ഇങ്ങനെ മതിയോ? എന്താണ് അപ്പൊ സങ്കല്പം? എനിക്ക് നിലവിൽ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ, തുടങ്ങിയിട്ട് മുടങ്ങി വെച്ച പദ്ധതികൾ കുറേ, ഒരു 7-8 പദ്ധതികൾ, അത് ആദ്യം പൂർത്തിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അതിനോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഉദാഹരണം, ഒരു സയൻസ് ബ്ലോക്ക് പ്രഖ്യാപിച്ചിട്ട് നടപ്പാകാതിരിക്കുന്നത് വിക്ടോറിയ കോളേജ് EMS മെമ്മോറിയൽ സയൻസ് ബ്ലോക്ക്. അപ്പൊ അത് ഒന്ന്, അതുപോലെ ബൈപ്പാസുകൾ മുറേ കിടക്കുന്നുണ്ട്. ഇതാ ടൗൺ ഹാൾ നമ്മളെ കോട്ടയം, ഈ ടൗൺ ഹാൾ എത്ര കൊല്ലമായി അത് ടൗൺ ഹാൾ പൂർത്തീകരിക്കേണ്ട ഒരു നഗരത്തിൽ ഒരു ടൗൺ ഹാൾ എന്ന് പറയുന്ന പൊതുപരിപാടികൾക്ക് പൊതുജനങ്ങൾക്കൊക്കെ സഹായകരമായ കാര്യം. അത് ടൗൺ ഹാൾ പൂർത്തീകരിക്കുക, സ്റ്റേഡിയം, അങ്ങനെ കുറേ പല കാര്യങ്ങളുണ്ട്. പല കാര്യത്തിലും അതിൻ്റെ ഇതുവരെക്കുള്ള സ്റ്റാറ്റസ് കോ എനിക്കറിയില്ല, ആരുടെ ഭാഗത്ത് തെറ്റ് ആരുടെ ഭാഗത്ത് ശരിയെന്നൊന്നും അറിയില്ല. പക്ഷെ ജനപ്രതിനിധിയായ ഞാൻ നൽകുന്ന മുൻഗണന ഈ മുടങ്ങി കിടക്കുന്ന പദ്ധതികൾ ആദ്യം പൂർത്തീകരിക്കുക. ഒരു മോയിൻഗേൾസ് മെഡിറ്റേഷൻ സെഷൻ, ഇത് ആരുടെ തെറ്റ് ആരുടെ ശരിയെന്നൊന്നും എനിക്കറിയില്ല, അതൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഈ മണ്ഡലത്തിൽ പക്ഷേ വലിയ പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി അടക്കം വന്ന റോഡ് ഷോ ഒക്കെ നടന്ന പ്രചാരണ പരിപാടികൾ നടന്നിരിക്കുന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയൊക്കെ വരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ നിലയ്ക്കുള്ള വലിയ പ്രചാരണ പരിപാടി നിൽക്കുമ്പോൾ അതിനെ എങ്ങനെ ചെറുക്കാൻ പറ്റും? അത്രയും വലിയ പ്രചണ്ഡമായ പ്രചാരണ പരിപാടി, 700 കോടിയുടെ വികസനം ഉടനെ കൊണ്ടുവരുമെന്ന് BJP പറയുന്നു ജയിച്ചാൽ. അപ്പൊ ആ നിലയ്ക്കൊക്കെ അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത്? അതിനെങ്ങനെ പ്രതിരോധിക്കും? ആ പൊള്ളത്തരമൊക്കെ കേരള ജനത കണ്ടില്ലേ? നമ്മള് മേയർ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ 40 ദിവസം 45 ദിവസത്തിലോ പ്രധാനമന്ത്രി വരും, വലിയൊരു പ്രഖ്യാപനം വരും പറഞ്ഞ് കാത്തിരുന്നു. വന്നു, പ്രധാനമന്ത്രി വന്നു, കാത്തിരുന്നു, കിട്ടിയോ? അത് കഴിഞ്ഞ് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി വരുന്നുണ്ട്, എറണാകുളത്തോ മറ്റാണോ, വലിയ തോതിൽ പ്രഖ്യാപനം ഉണ്ടാകും. നമ്മളെ സംബന്ധിച്ച് ഏത് ഭാഗത്താണ് ഈ വികസനം പറഞ്ഞാൽ മതി. ഇപ്പൊ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വികസനവും മതി. പ്രധാനമന്ത്രി വന്നു, നീ പ്രഖ്യാപിച്ചോ? അപ്പൊ അതൊക്കെ ആ രീതിക്ക് തന്നെ കണ്ടാൽ മതി. ആ പ്രഖ്യാപനങ്ങൾ വരലും 700 എന്തൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഭരണത്തിൽ വരാത്തവർക്കോ അല്ലെങ്കിൽ MLA ആകാത്തവർക്കോ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ. അല്ല, ഇതിപ്പോ A ക്ലാസ് മണ്ഡലമായിട്ട് BJP പരിഗണിക്കുന്നു. അപ്പൊ അവര് പക്ഷെ കഴിഞ്ഞ മുമ്പിലത്തെ തവണയും ഏതാണ്ട് വിജയത്തോടെടുക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചിട്ട് പക്ഷെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ തമ്മിലാണ് 1-2 സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം? ശരി, അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് ഫലം വെച്ച് നോക്കില്ല, നിയമസഭയില്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം വെച്ച് നോക്കുമ്പോൾ 2ാം സ്ഥാനം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷവും 1ാം സ്ഥാനക്കാർ വെച്ച ഐക്യമുന്നണി UDF ആണ്. ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം വരും 6000 വോട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ 6000 വോട്ടിൻ്റെ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം, എത്ര കണ്ട് പരിശ്രമിച്ചാൽ എത്ര പെട്ടെന്ന് മാറ്റാൻ നമുക്കറിയാം. അതൊക്കെ ഇടതുപക്ഷം വിജയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം. അത് ആ പരിശ്രമങ്ങളൊക്കെ നന്നായി നടത്തിയാൾക്ക് വിജയിച്ച ഭാവമാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു മത്സരമാണ് വരിക. ഇനി
അവരുടേതായിട്ടുള്ള കുഴപ്പം കൊണ്ട് എന്ത് ഈ മംഗലേറ്റ BJP-യുമായിട്ടുള്ള മത്സരമായിരിക്കും. സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ അവസാന ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇനി പുതിയ ബോംബ് പൊട്ടുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ബോംബ് പ്രതീക്ഷിക്കുന്നുണ്ടോ? എൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ, സ്ഥാനാർത്ഥി നിർണയം മുതൽ അവസാനം ചിഹ്നം കിട്ടുന്ന നാടകീയതായിരുന്നു. അപ്പൊ എനിക്ക് ഈ തീയിൽ കുരുത്തതായത് വെയിലത്ത് പാടില്ല, ബോംബൊക്കെ പൊട്ടിക്കോട്ടെ, അത് പ്രശ്നമില്ല. പൊതുവെ ഈ പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ ശ്രദ്ധ തിരിച്ചുവിടുന്ന മാതിരിയുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ഒരു രാഷ്ട്രീയപരമായ ഒരു വികസനപരമായ ചർച്ചകൾക്കൊന്നും മറ്റുള്ള മുന്നണികൾ തയ്യാറാവുന്നില്ല. പാലക്കാട് ഇതിനകത്ത് വേറൊരു കാര്യം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഒരു സാമുദായികമായാണ് ഈ വിഷയങ്ങളെ പലപ്പോഴും അവതരിപ്പിച്ചതും തെരഞ്ഞെടുപ്പിൽ പല റിസൾട്ട് വന്നതും അതിനെയൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വിഭജിച്ചു പോകും എന്നുള്ള ഒരു അവസ്ഥയാണ് ആദ്യം മുന്നോട്ട് വെച്ച ഒരു സംഗതി. ആ നിലയ്ക്ക് വിഭജിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ, അതോ അത് മൊത്തം സമാഹരിക്കുമോ? മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ട് സമാഹരിക്കും. റൈറ്റ്, അതാണ് അതിന്റെ ശരി. അല്ലാതൊരു ആംഗിൾ കൂടി കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം ഇവിടെ ഈ പറയുന്ന ഒരു സംവിധാനത്തിൽ അവർ 3-4 പരീക്ഷകൾ നടത്തി. ഈ പാലക്കാട്ടെ വോട്ടർമാരെ ഒരു 4 പരീക്ഷണം ഇങ്ങനെ നടത്തി. ആ നടത്തിയിട്ട് അവർ പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് ഇപ്പോൾ വിജയത്തിലേക്ക് അവർക്ക് പോകാൻ കഴിയാവുന്ന അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. ശുഭപ്രതീക്ഷയാണ്, നമുക്ക് വിജയത്തിലേക്ക് തന്നെയാണ് 100% വിജയപ്രതീക്ഷയാണ്. ആ വിജയപ്രതീക്ഷയിൽ നമുക്ക് ടോക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. 100% വിജയപ്രതീക്ഷയാണ്. നല്ല രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ വോട്ടർമാരും ഉള്ളവരൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ സന്തോഷം. ഇലക്ഷൻ ട്രാവലർ ഇത്രയും സജീവമായി ഇത്രയും വിശദമായി സഹകരിച്ചത്.